ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. നമ്മുടെ ആറ്റുകാൽ ഭഗവതി ദേവിക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന ദിവസമാണ് നാളെ. അപ്പോൾ ഇന്ന് രാത്രിയിലെ നമ്മുടെ തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് കേട്ടോ. അതാ ഇപ്പോൾ കാണുന്നത്. ഞാൻ തലേദിവസം രാത്രിയിൽ തന്നെ നമ്മുടെ പാളയത്തും കനകക്കുന്നിലും ഒക്കെ ആയിട്ട് ചുമ്മാ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. കൊള്ളുന്നു. അതികഠിനമായ ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ എല്ലാ ദേവി ഭക്തരും വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെ പൊങ്കാല അർപ്പിക്കുന്നവർക്കും കല്ലമ്മോട് പ്രദേശത്തെ ഉത്സവാശംസകൾ. ജാതിമത ചിന്താഗതികൾക്കപ്പുറം ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ കല്ലമ്മോട് പ്രദേശ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പ്രദേശത്ത് ആറ്റുകാലമ്മയുടെ തിരുമഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല അർപ്പിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നതാണ്. വരും നാളുകളിലും ഇതുപോലുള്ള സൗകര്യങ്ങൾ സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദേവിയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇവിടെയാണ് ഞങ്ങൾ നടത്തുന്നത്. 3 കലത്തിലാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത് കേട്ടോ. 1 വെള്ള, 1 ശർക്കര, 1 അരവണ. അപ്പം നമുക്ക് കാണാം. എല്ലാവർക്കും പൊങ്കാല മഹാ ആശംസകൾ. പിന്നെ ഭക്തലക്ഷങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഞങ്ങളുടെ ഈ പ്രദേശം മൊത്തം ഉണ്ട് കേട്ടോ. പൊങ്കാല ഒരുപാട് സ്ഥലത്തുണ്ട്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്തെ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുന്നതായിരിക്കും. അവിടെ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലെയും പൊങ്കാല കലത്തിൽ നമ്മളും തീ കത്തിക്കുന്നു. അങ്ങനെ 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു മുഹൂർത്തവും വന്നു. എല്ലാ സ്ഥലത്തും അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള ഒരു മന്ത്രം മാത്രം ഉരുവിടുന്ന ഈ ഒരു സമയമാണ്. നമ്മുടെ സമീപത്തും പ്രദേശങ്ങളിലും അപ്പുറത്തെ എല്ലാ വീടുകളിലും പൊങ്കാല എല്ലാവരും തന്നെ ഇടുന്നുണ്ട്. ഇതെൻ്റെ സ്കൂളിൽ പഠിക്കുന്ന നിവക്കുട്ടിയാണ്. നിവ മോള് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ പൊങ്കാല ഇടാൻ വന്നത്. സോ നിവ ഞങ്ങളോടൊപ്പം കുറച്ച് നേരം ഉണ്ടായിരുന്നു.
നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ലക്കിക്കുട്ടൻ കണ്ടോ, അതായത് മുണ്ടൊക്കെ ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് ആ ധന്യമുഹൂർത്തം. ദേവി നമ്മുടെ പൊങ്കാല സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കളയുന്നത്. ഇതാണ് എൻ്റെ മോള് ഇടുന്നത് വെള്ള പായസമാണ്. ഇത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതായതുകൊണ്ടാണ് അവളെ കാണാൻ പറ്റാതിരുന്നത്. അപ്പോൾ അവളുടെയും വെള്ളം തിളച്ചു. അങ്ങനെ അവൾ അരി ഇടാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് വേണ്ടത്ര വെള്ളവും, അതായത് മോരും വെള്ളം, തണ്ണിമത്തങ്ങ, പിന്നെ ഐസ്ക്രീം, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടുത്തെ ഭാരവാഹികൾ കൊണ്ട് തരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ദേവിക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസവും ശർക്കര പായസവും അരവണ പായസവും ഒക്കെ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലെത്തി തീർന്നു എന്ന് തന്നെ പറയാം. ഇനി ഒരു 2.5 മണിക്കൂറോളം വെയിറ്റിംഗ് ആണ്. എന്തിനാണ്? നിവേദ്യത്തിന് വേണ്ടിയിട്ട്. ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വന്ന് വെച്ചു. പൊങ്കാലയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിറ്റിയിലൂടെ ഇങ്ങനെ കറങ്ങുന്നത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് കറങ്ങി എല്ലാ സ്ഥലത്തും ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീണ്ടും നിവേദ്യത്തിന് മുന്നേ വീട്ടിലെത്തുന്ന ഒരു പതിവ് എപ്പോഴും ഉണ്ട്. ആ ഒരു പതിവ് ഇപ്പോഴും തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ദൃശ്യങ്ങളാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശമാണ്. പോകുന്ന വഴിക്ക് ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന LIC ഓഫീസിൻ്റെ മുൻവശത്ത് നമ്മുടെ ചേട്ടന്മാരൊക്കെ നല്ല ചൂട് ചോറും അവിയലും സാമ്പാറും കിച്ചടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഒട്ടും മടിച്ചില്ല. അവിടെ ഇറങ്ങി അവരുടെ കൂടെ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചോറും ഒക്കെ മേടിച്ച് വീണ്ടും യാത്രയായി. ഇത് നമ്മുടെ പാളയം മാർക്കറ്റിൻ്റെ മുൻവശമാണ് കേട്ടോ.
ക്ഷേത്രവളപ്പിൽ നിവേദ്യം അർപ്പിക്കുന്നതിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഒടുവിൽ ദേ ആ ഒരു മുഹൂർത്തവും എത്തി. കൃത്യം 2:30 ആയപ്പോൾ തന്നെ നമ്മുടെ ശ്രീകോവിലിൽ നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഏരിയയിലും അവരവരുടെ പോറ്റിമാർ പൂജാരികൾ വന്ന് നിവേദ്യം അർപ്പിക്കാനായിട്ട് റെഡിയാവുന്നുണ്ട്. ദേ ഞങ്ങളുടെ അവിടുത്തെ ആളും ദേ ഇപ്പോൾ എത്തും. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല ഇവിടെ അവസാനിച്ചു. ദേ ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയുടെ പ്രസാദവും ഒക്കെ അവരുടെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കംപ്ലീറ്റ് റോഡും ബ്ലോക്കാണ്. വീണ്ടും അടുത്ത വർഷത്തിലോട്ടുള്ള കാത്തിരിപ്പാണ് പിന്നെയും എല്ലാ സ്ത്രീജനങ്ങളും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ വീട്ടിലെ പൊങ്കാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ ബൈ.